മലപ്പുറം കാളികാവ് കടുവ ദൗത്യത്തിൽ നിർണായക പുരോഗതി. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞു. അതേസമയം ദൗത്യത്തിന്റെ ചുമതല നിർവഹിക്കുന്ന നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലിനെ സ്ഥലം മാറ്റിയതിൽ വനംവകുപ്പിനുള്ളിൽ പ്രതിഷേധം കടുക്കുകയാണ്. ഗഫൂറിനെ കടുവ ആക്രമിച്ച സ്ഥലത്ത് സ്ഥാപിച്ച ക്യാമറയിൽ തന്നെയാണ് കടുവയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് ചിത്രം തെളിഞ്ഞത്. കേരള ഡാറ്റാബേസിലുള്ള സൈലന്റ് വാലിയിലെ കടുവയെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. സൈലന്റ് വാലിയുടെ താഴ്വരയായ പ്രദേശമാണ് കാളികാവ് പാറശ്ശേരി മേഖല. കിട്ടി ഒരു ഒറ്റ ഫോട്ടോയെ വന്നിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ എക്സ്റ്റൻസീവ് ആയിട്ട് നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ്. ദെൻ കൂടുതൽ ക്യാമറ എല്ലാം പൊസിഷൻ മാറ്റി വെക്കണം. ഓക്കെ, ആ വർക്ക് നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് RRT സംഘം കൂടുതൽ പരിശോധനകൾ നടത്തി. ഇവിടെ മാത്രം കേന്ദ്രീകരിച്ച് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു. കടുവയെ കൃത്യമായി ഒരു സ്ഥലത്തുണ്ടെന്ന് കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള സംഘം സജ്ജമാണ്. അതിനിടെ കാളികാവ് കടുവാ ദൗത്യം ഏകോപിപ്പിക്കുന്ന DFO ധനിക് ലാലിനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് അപ്രതീക്ഷിത സ്ഥലം മാറ്റം. ദൗത്യത്തെ ബാധിക്കുമെന്ന് തുറന്നടിച്ച് ഡോക്ടർ അരുൺ സക്കറിയ. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിയാണല്ലോ. ഇതിനൊരു സെറ്റ് ബാക്ക് ഉണ്ട്, കുഴപ്പമുണ്ട്. പക്ഷെ നമ്മളൊരു ഓപ്പറേഷൻ അത് ഒരു ചെറിയൊരു ഹീസ് ലീഡിംഗ് ദാറ്റ് പ്രോസസ്. സ്ഥലം മാറ്റം കടുവാ ദൗത്യത്തെ ബാധിക്കില്ലെന്ന് വനം മന്ത്രി 24-നോട്. ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് അവിടെ ഓപ്പറേഷൻ നടക്കുന്നത്. അതിന് ഈ ട്രാൻസ്ഫർ യാതൊരു തരത്തിലും ബാധകമാവില്ല. കടുവയെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു കോട്ടവും പറ്റാതെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. കാളികാവിൽ മഴയെ തുടർന്ന് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. രാത്രിയിലും RRT നിരീക്ഷണം തുടരും. 24 മലപ്പുറം.